ഈ സ്പീക്കേഴ്സ് ഇങ്ങനെ വോളിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ വോളിൽ ഹാങ് ചെയ്തോ വോളിന്റെ അടുത്തായിട്ട് വെക്കാനോ പാടില്ല എന്നുള്ള ഒരു ഓഡിയോ ഫയൽ റൂൾ ഉണ്ട്. അതായത് പാട്ട് കേൾക്കുന്ന ആ ഒരു ആവശ്യം വെച്ച് നോക്കുമ്പോൾ അത് തിയറിക്കലി കറക്റ്റാണ്. അവിടെ ഒരു ചെറിയൊരു വിഷയം വരുന്നത് സിനിമ, മൂവി, തിയേറ്റർ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോം തിയേറ്റർ ചെയ്യുമ്പോഴുള്ള ഒരു വിഷയം. അപ്പോൾ മൂവി കാണുന്ന തിയേറ്റർ നമ്മളിപ്പോൾ വീട്ടിൽ ഡെഡിക്കേറ്റഡ് തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമല്ല. നമ്മൾ ജസ്റ്റ് ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്മളെ വീട്ടിലെ ഒരു ഹാളിലോ മറ്റോ നമ്മളിപ്പോൾ ഒരു 5.1 സറൗണ്ട് എക്സാമ്പിൾ സെറ്റ് ചെയ്യാന്ന് വരിക. അപ്പോൾ അതിൻ്റെ സറൗണ്ട് സ്പീക്കർ നമ്മളിവിടെ വോളിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോളിൽ ഫിറ്റ് ചെയ്യാൻ അങ്ങനെ ഫിറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ റിഫ്ലക്ഷൻ, ഈ വോൾ ഈ ഭാഗത്താണ് ഉണ്ടാവുക. ഈ വോളിൽ നിന്നുള്ള റിഫ്ലക്ഷനും ഇതിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ആ രണ്ടിൻ്റെയും ആ ഒരു വേവ് തമ്മിലുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ഓഡിയോ ഫയൽ റൂളിൽ. ഒരു 20 to 30 സെൻറ്റിമീറ്ററെങ്കിലും വോളിൻ്റെ അടുത്ത് നിന്ന് വിട്ടുവെക്കണം എന്നുള്ള ആ ഒരു നിബന്ധന വന്ന് അത് വർക്കൗട്ട് ആവുന്ന കാര്യമാണ്. നല്ല വ്യത്യാസം, നല്ല എക്സ്പീരിയൻസ് ആണ്, റിയൽ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ കിട്ടുക. വോളിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫേക്ക് ചെയ്യുകയാണ് സ്പീക്കേഴ്സിനെ. അത് ഒരു ശരിയാണ്. അതായത് കോർണറിലേക്ക് സബ് വെക്കുമ്പോഴുള്ള നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അത് രണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ടും വെക്കാതിരിക്കുന്നത്, അതായത് വോളിൽ ഡയറക്റ്റ്ലി വെക്കുന്നത് കൊണ്ടും ഡയറക്റ്റ്ലി വെക്കാതിരിക്കുന്നതുകൊണ്ടും ട്രീറ്റഡ് വോളിൽ വെക്കുന്നതിൻ്റെയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഏത് സ്പീക്കേഴ്സിനാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ഏത് സ്പീക്കേഴ്സ് നമുക്ക് അപ്പോൾ വീട്ടിലായാലും തിയേറ്ററിലായാലും അത് ഏത് സ്പീക്കേഴ്സ് വെക്കാം, അത് പാട്ട് കേൾക്കുന്ന സ്പീക്കേഴ്സും ഈ സ്പീക്കേഴ്സായിട്ട് വ്യത്യാസമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഒരു സറൗണ്ട് സ്പീക്കറിൻ്റെ ബോക്സാണ്. സറൗണ്ട് നമ്മൾ 5.1 ഹോം തിയേറ്ററിലൊക്കെ റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ് അങ്ങനെ സറൗണ്ട് ചാനൽസിന് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു ആംഗിളിൽ ചെയ്യുന്ന ബോക്സാണ്. അപ്പോൾ ഈ ടൈപ്പ് ബോക്സുകളിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ഒരു 80-60 ഹെർട്സ് ഒക്കെ ഉള്ള ബേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ. ഇങ്ങനെ വോളിൽ ഫിറ്റ് ചെയ്യും. ഓക്കെ, ഇത് വോളിൽ ഫിക്സ് ചെയ്യുന്ന മോഡലാണ്. വോളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഓവർ ഹെഡിൽ നിന്ന് നമുക്ക് ഇരിക്കുന്ന സീറ്റിങ്ങിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആംഗിളോട് കൂടി ചെയ്യുന്നത്. ഇത് പല ആംഗിളിലും പല ആവശ്യത്തിനായിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ തിരിച്ചെടുക്കാം. ഇത് സാധാരണ സിനിമ സ്പീക്കർ അല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർഡിനറി സ്പീക്കേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു 2 സ്പീക്കേഴ്സ് ബാക്കിലും 2 സ്പീക്കർ ഫ്രണ്ടിലും വെച്ച് ഇങ്ങനെ വോളിൽ വെച്ച് ചെയ്യുമ്പോൾ ആ റൂമിൽ അത്യാവശ്യം ബേസ് ലെവൽ വരുമ്പോൾ ഒരു ബൂമിനെസ്, ഒരു ബൂം, ഒരു മുഴക്കം, ഒരു ക്വാളിറ്റിയിൽ പഞ്ച് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരും. ക്വാളിറ്റിയുള്ള പഞ്ച് ചെയ്യുന്ന വരുന്നെങ്കിലും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു മുഴക്കം പോലെയോ ഒരു ബൂം, അങ്ങനെ ഒരു ബൂമിനെസ് എന്ന് നമുക്ക് വേണം പറയാം. ആ ഒരു രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇത് ഈ വോളായിട്ട് വളരെ ക്ലോസ് ആയിട്ട്, അതായത് വോളിൻ്റെ മുകളിൽ തന്നെ നേരിട്ട് തൂക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ശരിക്ക് പറഞ്ഞാൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിങ് വേവ്സ് ആണ്. അതായത് SBIR ആ ഒരു അവസ്ഥ, ആ സ്റ്റാൻഡിങ് വേവ്സ് കാരണം അല്ലെങ്കിൽ ആ സ്റ്റാൻഡിങ് വേവ്സ് ജനറേറ്റ് ആവുന്നത് ഈ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ചുമരിൽ നിന്നും വിട്ടുവെക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് സാധാരണ സ്പീക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, സിനിമ സ്പീക്കേഴ്സ് അല്ല, സാധാരണ സ്പീക്കേഴ്സ്. പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, അപ്പോൾ തിയേറ്ററുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സൈഡ് സ്പീക്കേഴ്സ് ഒക്കെ ഇങ്ങനെ വോളിലാണ് നിൽക്കുന്നത് കാണുന്നത്, ഇതേപോലെ തന്നെ വലിയ സ്പീക്കേഴ്സ് ആയിരിക്കും, സീലിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്, അതൊക്കെ സീലിങ്ങിലാണ് കാണുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ അവർക്കത് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്ക് വരുന്നൊരു സംശയമാണ്, അതിലൊരു സംശയമാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടത്. ഈ സ്പീക്കേഴ്സ് നമ്മളിവിടെ വെക്കാൻ പാടില്ല എന്നും തിയേറ്ററിൽ ആ സ്പീക്കേഴ്സ് വോളിലിരിക്കുന്നതിൻ്റെയും കാരണം എന്താണെന്ന് പറയും. അത് ഇത് രണ്ടും ഇതിലുപയോഗിക്കുന്ന സ്പീക്കേഴ്സും അതിലുപയോഗിക്കുന്ന സ്പീക്കേഴ്സ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ള ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സും ഇതിൻ്റെ അക്വാസ്റ്റിക്, അതായത് ഇതിൻ്റെ ബോക്സും എല്ലാം ഇതിലുപയോഗിക്കുന്നത് വീടുകളിലും മറ്റു ആവശ്യങ്ങൾക്കും മ്യൂസിക് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാനും അങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്പീക്കർ ഡ്രൈവേഴ്സാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത് അതല്ല, അത് സ്പെഷ്യലി തിയേറ്റേഴ്സിന് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഫ്ലഷ് മൗണ്ടഡ് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒന്നും കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ഇതിന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കറക്റ്റ് ജേണൽ, അതിൻ്റെ വിക്കിപീഡിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസമില്ലാത്തവർക്ക് അതിൽ കയറി വായിച്ച് പഠിക്കാൻ മനസ്സിലാക്കാം. നമ്മൾ അങ്ങനെയുള്ള അറിവുകളിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അവിടെ പോയി വായിച്ച് മനസ്സിലാക്കുക. ഈ തരം സ്പീക്കർ ഡ്രൈവർ ഈ ഒരു വോളിനോട് ചേർന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ഡിസൈൻ അല്ല. ഇത് ജസ്റ്റ് ഒരു ഡിഫോൾട്ട് ഡിസൈൻ നമുക്ക് വീടുകളിൽ ആ ഒരു സൗകര്യം ആ ഒരു ബഡ്ജറ്റിൽ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ നമ്മളിപ്പോൾ സറൗണ്ട് സ്പീക്കേഴ്സ് ആയിട്ടും
ഫ്രണ്ട് സ്പീക്കേഴ്സ് ആയിട്ടും സബ് ആയിട്ടും കൊടുക്കുന്നത്. അതേസമയം തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്ലഷ് മൗണ്ടഡ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വോളുമായിട്ട് വർക്ക് ചെയ്യാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. ഇതിപ്പോൾ ഈ വോൾ ജസ്റ്റ് ഡയറക്റ്റ് കട്ട് ചെയ്ത ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ വോളിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ഈ പോയിന്റിൽ ഇത് സ്ക്രൂ ചെയ്താൽ അത് കറക്റ്റായിട്ടോ നമുക്ക് യഥാർത്ഥ ഔട്ട്പുട്ട് തരും. ആ പറയുന്ന ബൂമിനെസ്സും മറ്റ് പ്രശ്നങ്ങളും അതിലുണ്ടാവില്ല. കാരണം ആ ഫ്ലഷ് മൗണ്ടഡ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ബാഫിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ മാച്ച് ചെയ്ത് അതായത് അതിനോട് ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. ഈ തരത്തിലുള്ള ഡ്രൈവേഴ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സ് എങ്ങനെ വെച്ചാൽ അത് ഇൻഫിനിറ്റ് ബാഫിളിന് ഡിസൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ വോളായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന റിഫ്ലക്ഷൻസിന് വ്യത്യാസമുണ്ട്. ഇവിടുന്ന് വരുന്ന റിഫ്ലക്ഷൻ പ്രത്യേകിച്ച് ബാക്ക് സൈഡിലാണ് പോർട്ട് ഇരിക്കുന്നതെങ്കിൽ ഇത് പോർട്ടല്ല, അത് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള നമ്മളുടെ ബൈൻഡിങ് പോസ്റ്റിനുള്ള സ്പേസ് ആണ്. ബാക്ക് സൈഡിലേക്കാണ് പോർട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിഫ്ലക്ഷൻ അവിടെ ഒരു ക്യാൻസലേഷൻ ഉണ്ടാക്കും. ഒരു നൾ അല്ലെങ്കിൽ ഒരു ബൂം, ഒരു ക്യാൻസലേഷൻ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൂം, ആ ടൈറ്റിലുള്ള ആ ഒരു പഞ്ച് നമുക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള വോളായിട്ട് അടുത്ത് നിൽക്കുന്ന സ്പീക്കേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യില്ല. മാത്രമല്ല അത് മറ്റ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ ബേസ് ക്വാളിറ്റീനെ മോശമാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓഡിയോ സിസ്റ്റങ്ങൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 50,000, 40,000, 30,000 ആ റേഞ്ചിൽ ഉണ്ടാക്കുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് DSP പോലെയുള്ള സാധനങ്ങൾ മീൻസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഓൺലി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ DSP പറഞ്ഞ് വാങ്ങുന്ന ആ ഡിസ്പ്ലേ ഉള്ള ആ DSP ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു സർക്യൂട്ടിനില്ല, അതായത് ആ ഒരു ഡാക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള DSP വരുന്നുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. അത് ഉപയോഗിച്ചിട്ട് അത് ചെയ്യുമ്പോൾ ഇത് റൂമിന് ട്വീക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഈക്വലൈസ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബൗണ്ടറി ഇൻഡ്യൂസ്ഡ് ബൂസ്റ്റ് അത് ക്ലിയർ ചെയ്യും. ഒരു മൂവി കാണുമ്പോഴുള്ള തിയേറ്ററിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപോലെ ആ ഒരു ഇമേഴ്സ് എക്സ്പീരിയൻസ് ആ സൗണ്ടിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മളെ ഓഡിയോഫൈൽ റേഞ്ചിലുള്ള സ്പീക്കേഴ്സ് വോളിൻ്റെ അടുത്ത് നിന്ന് വിട്ട് വെച്ചിട്ട് കേട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ മൂവി കാണാൻ വേണ്ടി ഇരിക്കുന്ന എക്സ്പീരിയൻസും വ്യത്യാസമുണ്ട്. ഇപ്പോൾ പല ബോക്സുകൾക്കും നമ്മളിപ്പോൾ സറൗണ്ട് ആയാലും ഏത് ചെയ്യുകയാണെങ്കിലും ഈ ഫ്രണ്ട് സൈഡിൽ ഒരു എയർ പാസേജിനുള്ള, അതായത് എയർ ഫ്ലോ ഉള്ള പോർട്ട് ഇട്ടിട്ടുണ്ടാവും. ആ തിയേറ്ററുകളിൽ മാക്സിമം ഒരു വിധം ഞാൻ കണ്ടിടത്തോളം പിന്നെ ഒരു 90% സ്പീക്കേഴ്സ് ടൈപ്പ് തിയേറ്റർ ടൈപ്പിലുള്ള സ്പീക്കേഴ്സ് ഈ പോർട്ട് ഇല്ലാത്ത ടൈപ്പാണ്, സീൽഡ് ബോക്സ് ആണ് മാക്സിമം കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമുക്ക് എന്നാൽ വീട്ടിൽ ചെയ്യുന്നതിന് അതുപോലെ ചെയ്താൽ പോരെയെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അതായത് ഇത് സീൽഡ് ബോക്സ് ആണ്, ഇത് നമ്മൾ കൊടുക്കുന്നതിൽ ഇത് സീൽഡ് ബോക്സാണ്. ഇതിനകത്ത് ട്വിറ്ററും ഇത് വൂഫറും വെച്ചാൽ അത് സീൽഡ് ബോക്സാണ്. നമ്മൾ സറൗണ്ട് സൗണ്ടിൽ കൊടുക്കുന്ന പരമാവധി സീൽഡ് ബോക്സാണ്. സീൽഡ് ആയത് അടച്ചു ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ സീൽഡ് ആയാലേ ആ യഥാർത്ഥ എക്സ്പീരിയൻസ് നമുക്ക് വിത്ത് വോൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇങ്ങനത്തെ സ്പീക്കേഴ്സ് ചെയ്യുകയാണെങ്കിൽ. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ പതറിച്ച അതുപോലെ തന്നെ വല്ലാത്ത ഒരു ഡിസ്റ്റോർട്ടഡ് സൗണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അതിന് കാരണം സ്പീക്കേഴ്സോ ആംപ്ലിഫയറോ അല്ല, അത് ആ പ്ലേസ്മെൻറ്റും ഈ ചേർച്ച ഇല്ലായ്മയും കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. ഇനി നിങ്ങളുടെ വോൾ ഇപ്പോൾ ബാക്ക് സൈഡോ സൈഡ് വോളുകളോ ഇപ്പോൾ ട്രീറ്റഡ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റൂം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അക്കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ അല്ലെങ്കിലും ഉള്ള രണ്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്പീക്കേഴ്സ് വെക്കുമ്പോൾ കുറച്ചൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും. അതായത് ട്രീറ്റ് ചെയ്യാത്ത വോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സീൽഡ് ബോക്സുമാണ്. ഈ സീൽഡ് ബോക്സ് അവിടെ നമ്മളിപ്പോൾ വോളിൽ ചെയ്യാതെ വോളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്രീക്വൻസി, അതായത് സൗണ്ട് ഇതിൽ നിന്ന് വരുന്നത് ഈ ബോക്സിനെ ഇങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ട്, അതായത് ബോക്സിനെ ചുറ്റി കൊണ്ട് ആ വേവ് ഇങ്ങനെ പോയിട്ട് ഈ വോളിന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടി കൂടുതലാണ്. അത് പക്ഷേ സീൽഡ് ബോക്സിൽ അത് പരമാവധി കുറയും. അത് സീൽഡ് അല്ലാതെ പോർട്ടഡ് ബോക്സ്, അതും ബാക്കിലേക്ക് പോർട്ടുള്ള ബോക്സ് ആണെങ്കിൽ അത് ആകെ മൊത്തത്തിൽ വൈബ്രേറ്റഡ് ഡിസ്റ്റോർട്ടഡ് സൗണ്ടാണ് കിട്ടുക. അത് മാത്രമല്ല ബൂമിനെസ്സും ബേസ് ക്യാൻസലേഷനും സാധ്യതയുണ്ട്. അതേസമയം ട്രീറ്റഡ് വോളാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ ട്രീറ്റഡ് വോളാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിത് ഈ ടൈപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോർട്ടുള്ള, ഞാൻ ബാക്ക് പോർട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഫ്രണ്ടിലേക്ക് പോർട്ട് അല്ലെങ്കിൽ സീൽഡ് ബോക്സ് ആണ് വെച്ചെങ്കിൽ അഥവാ അങ്ങനെ റാപ്പ് ചെയ്ത് വരികയാണെങ്കിലും അത് മാക്സിമം ആ വരുന്നതെല്ലാം ആ മെറ്റീരിയൽസ്, അതായത് ഡാമ്പിംഗ് മെറ്റീരിയൽ അതിൽ ഉപയോഗിച്ചുള്ളത് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ആ ക്ലീൻ ഔട്ട്പുട്ടാണ് കേൾക്കുക. അത് മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു സ്പേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ആ ബോക്സിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റും. ചെയ്തവർക്ക് അതിനെ പറ്റിയുള്ള അനുഭവം അറിയാം. അല്ലാതെ ആ ഒരു കുറഞ്ഞ മോഡൽ ഇപ്പോൾ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഒന്നും വെക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു വ്യത്യാസം അറിയില്ല.
ഓർഡിനറി സാറ്റലൈറ്റ് സ്പീക്കേഴ്സ്. നമുക്കൊരു അത്യാവശ്യം ഒരു സൈസുള്ള സ്പീക്കേഴ്സിൽ നമുക്ക് ആ ഒരു ലോ ഫ്രീക്വൻസീൻ്റെ കുറച്ച് അംശങ്ങളെങ്കിലും അതിലോട്ട് കയറി വരുള്ളൂ. അപ്പോൾ അതിലേക്ക് അതിന് വരുന്ന വലിയൊരു വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു സ്പീക്കർ വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയിരിക്കുന്നു. ഇതാ ഇപ്പോൾ ഇത് ഒരു എഡിഫയർ P12 ബുക്ക് ഷെൽഫ് സ്പീക്കറാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വോളിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വ്യത്യാസം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലായില്ലേ? ഈ കുഞ്ഞ് സ്പീക്കേഴ്സിൻ്റെ ഒരു ബേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് 55 ഹെർട്സ് ആണ്. 55 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോണ്ട്. FS എന്ന് പറയുന്നത് ഫ്രീക്വൻസി 55 ഹെർട്സ് ടു 20,000 ഹെർട്സ്. അതായത് അതിൻ്റെ ഫുൾ സ്പെക്ട്രം കവർ ചെയ്യുന്നു എന്നാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. എഡിഫയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നതല്ല, അവർ വളരെ ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിലുള്ള ഒരു ആവറേജ് ക്വാളിറ്റി, ആവറേജ് ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു സ്പീക്കേഴ്സാണ്. അപ്പോൾ മോശം പറയാനില്ല, അത്യാവശ്യം നല്ല ഔട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലേക്കാണ് ഈ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതുവരെ ഇത് വോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് വോളിൽ ഡയറക്റ്റ്ലി ഉപയോഗിക്കാം, ട്രീറ്റഡ് വോളിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രാൻഡ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ പോർട്ട് ഈ ഫ്രണ്ടിലേക്ക് കാണിട്ടുള്ളത് ഇതിലേക്ക് 55 ഹെർട്സ് ട്യൂൺ ചെയ്തിട്ടിരിക്കുന്ന പോർട്ട് ആയതുകൊണ്ടും അത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ പ്ലേസ്മെൻ്റ് എല്ലാം മെഷർ ചെയ്ത് എൻജിനീയറിങ്ങിലൂടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു വായോണ്ട് പറയുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബ്രാൻഡ് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്പീക്കേഴ്സ് അല്ല, ഈ ഡിസൈനുള്ള സ്പീക്കേഴ്സ് ഈ ബ്രാൻഡിൽ നിന്നല്ല, ഏത് ബ്രാൻഡായാലും ശരി അത് ഈ ഡിസൈനിലായിരിക്കണം. മിനിമം നല്ല രീതിയിൽ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ആ തിൻ സ്പീക്കേഴ്സ് ഇല്ല, നമ്മളെ ചെറിയ കുഞ്ഞൻ സാറ്റലൈറ്റ്സ് അവരൊന്നും ഇത് ബാധിക്കുന്നില്ല. അവരെ നിങ്ങൾക്ക് ഏത് വോളിലും തൂക്കാം, ഒരു പ്രശ്നമില്ല. ഒരു മാന്യവിലക്ക് അല്ലെങ്കിൽ വില കുറവിൽ ആവറേജ് പ്രൈസിൽ മീഡിയം ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെ പല കാറ്റഗറി ആയിട്ട് നാട്ടിൽ സ്പീക്കേഴ്സ് ടൈപ്പ് സൗണ്ട് സിസ്റ്റങ്ങൾ ഡിസൈൻ അല്ല വേർതിരിച്ചിട്ടുണ്ട് ഈ തരത്തിൽ നിന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾ ട്വീക്കുകൾ ശ്രദ്ധിച്ചാൽ ആ ചെറുതൊന്നും അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടും. നമുക്കൊരു AVRൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഇപ്പോൾ ഒരു EQ സെറ്റിങ്സോ റൂം സെറ്റിങ്സോ നമുക്ക് ചെയ്യാൻ കഴിയില്ല സാധാരണ സമ്പിളുള്ളതിൽ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം. വീട്ടിലുള്ള ഹോം തിയേറ്ററിൽ തന്നെ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മോഡൽ ഈ ടൈപ്പ് സ്പീക്കേഴ്സ് ഇപ്പോൾ സീൽഡ് ബോക്സ് ആണ് വേണ്ടതെങ്കിൽ ഇതിനെപ്പറ്റി ഇത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മുമ്പ് ചെയ്തൊരു ബ്രൗൺ കളേർഡ് ബ്രൗൺ ഷെയ്ഡിൽ ചെയ്തതിൻ്റെ ഒരു നമ്മൾ തന്നെ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഇവിടെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ സീൽഡ് അല്ല, അതിൽ പോർട്ടഡ് കാണിക്കുന്നുണ്ട്, സീൽഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാ അപ്ഡേറ്റിലും ലേറ്റസ്റ്റ് വരുന്ന എല്ലാത്തിലും സീൽഡ് ബോക്സ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും.